ഹലോ ഫ്രണ്ട്സ്, എനിക്ക് ചേട്ടാ ആനിവേഴ്സറിക്ക് തന്ന ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ അന്നേരം ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയതല്ലാതെ എടുത്തു നോക്കിയൊന്നും ഇല്ലായിരുന്നു എന്തൊക്കെയാണെന്നുള്ളത്. എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാഗാണ് നമുക്ക് തന്നേക്കുന്നത്. ഈ ബാഗിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഉറകളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും പോകണം, നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ അതിനകത്ത് ഇട്ട് വെച്ചിട്ട് പോകാൻ പറ്റും. അതിന്റെ ഫ്രണ്ട് ഒന്ന് തുറന്നു നോക്കി, അതിനകത്ത് ഒരു ഡയറി മിൽക്ക് ആണ് വെച്ചേക്കുന്നത് കേട്ടോ. എനിക്ക് ഡയറി മിൽക്ക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ചേട്ടാ എനിക്കൊരു ഡയറി മിൽക്ക് വെച്ചിട്ടുണ്ട്. ഈന്തപ്പഴത്തിന്റെ എന്തോ ഫ്ലേവറുള്ള ഒരു ഈന്തപ്പഴമാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ പാർട്ട് തുറന്നു നോക്കാം. ഇതിന്റെ മെയിൻ സിബ് ഉണ്ടല്ലോ, അത് തുറന്നു നോക്കിയാലല്ലേ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ചേട്ടൻ വാങ്ങിച്ചേക്കുന്നത് നോക്കാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഇരിക്കുന്നത് ഫോൺ കവർ ആണ് കേട്ടോ. എന്റെ ഫോൺ കവർ ചീത്തയായി പോയപ്പോൾ ഞാൻ വാങ്ങിക്കണമെന്ന് കരുതി വെച്ചേക്കുമായിരുന്നു. ഞാൻ ഫോണിന് കവർ ഇല്ലാതെയായിരുന്നു കൊണ്ടു കിടന്നത്. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നു താഴെ വീണ് ചെറുതായിട്ടൊന്ന് പൊട്ടുകയും ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അതിന് കവർ വേണമായിരുന്നു. അതെന്തായാലും എനിക്ക് കിട്ടി. ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഇത് ലെതറിന്റെ ഫോൺ കവറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോണിന് താഴെ വീണാലും സേഫ് ആയിട്ട് ഇരിക്കും കേട്ടോ. ഫ്രണ്ട് പോർഷൻ കവർ ചെയ്യത്തില്ല, ഇതിന്റെ ബാക്ക് പോർഷനാണ്. പിന്നെ അതിന്റെ ബാക്കിൽ കുറച്ച് നമ്മൾ ഭംഗിയായിട്ട് പടങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു പെർഫ്യൂം ആണ് കേട്ടോ ഇരിക്കുന്നത്. എടുത്തപ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട്. അതിന്റെ പുറത്ത് തന്നെ നല്ല മണം. ഞാൻ കയ്യിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കി. നല്ലൊരു മണമാണ് കേട്ടോ. കാരണം നമുക്ക് ചില സ്പ്രേയുടെ ഒക്കെ മണം വരെ നമുക്ക് വല്ലാത്തൊരു തലവേദനയൊക്കെ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഇത് നല്ല മണമുണ്ട്. കാരണം മാത്രമല്ല അതിനകത്ത് 24 hours നിൽക്കുമെന്നാണ് പറയുന്നത്. പിന്നെ അതിലുണ്ടായിരുന്ന ഫോക്സ് സ്റ്റൈലിന്റെ ഒരു ബോഡി ലോഷൻ ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന സാധനമായിരുന്നു. നല്ലൊരു മണമാണ് ഇതിനായിട്ട്. നമ്മുടെ ബോഡിയിലൊക്കെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരുപാട് റിവ്യൂസ് ഒക്കെ ഇതിന്റെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു സൺസ്ക്രീൻ ആയിരുന്നു. ഡീകൺസ്ട്രക്റ്റിന്റെ ഒരു സൺസ്ക്രീൻ ആയിരുന്നു. 55 SPF ഒക്കെ ഉണ്ടായിരുന്ന ഒരു സൺസ്ക്രീൻ ആണ്. ഈ ഐറ്റംസ് എല്ലാം ഞാൻ എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരുന്നായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അറിയാം ചേട്ടൻ എൻ്റെ വിഷ് ലിസ്റ്റ് നോക്കി, എൻ്റെ ഫ്ലിപ്കാർട്ടിന്റെ വിഷ് ലിസ്റ്റിലെല്ലാം നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഞാൻ അറിയാതെ ഓർഡർ ചെയ്ത് മേടിച്ചാണ് കേട്ടോ. ഈ പ്രോഡക്ട്സ് ഒന്നും ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. ഞാൻ ഇതിന്റെയൊക്കെ റിവ്യൂസ് കണ്ടിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇതിന്റെയൊക്കെ റിവ്യൂസ് കണ്ടിട്ടുണ്ട്. ഉപയോഗിച്ച് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ ഞാൻ ഇതിന്റെയൊക്കെ ഓരോ വീഡിയോ വീതം ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിനകത്ത് ഉണ്ടായിരുന്നെന്ന് പറയുന്നത് കാർമസിയുടെ ഒരു ഡിയോഡ്രന്റ് ആയിരുന്നു. വിയർപ്പിന്റെ സ്മെല്ലൊക്കെ മാറാനായിട്ട് ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ്. ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് റിവ്യൂസ് കണ്ടിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഫേസസ് കാനഡയുടെ ഒരു ഐലൈനറും കാജലും കൂടിയായിരുന്നു. ഇത് വാട്ടർ പ്രൂഫ് ആണ്, 24 hours നിൽക്കും എന്നൊക്കെയാണ് പറയുന്നത്. അത് ഉപയോഗിച്ച് നോക്കിയാലേ പറയാൻ പറ്റൂ. ഒരു ദിവസം നമുക്ക് ഇട്ടിട്ട് അതിന്റെ നോക്കാം. ഇതൊന്നും ഉപയോഗിക്കാതെ ഞാൻ കൊള്ളാവോ ഇല്ലയോ എന്ന് പറയത്തില്ല കേട്ടോ. ഇതെല്ലാം കൊള്ളാമെങ്കിൽ മാത്രമേ ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ നമുക്ക് ഇത് ഓരോന്നും ഇതിന്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ഇതിനകത്തുണ്ടായിരുന്ന ഒരു സിന്ദൂരമായിരുന്നു കേട്ടോ. അത് ഞാൻ അങ്ങനെ വിഷ് ലിസ്റ്റിലൊന്നും ഇട്ടിരുന്നതല്ല, ജസ്റ്റ് ചേട്ടൻ എനിക്കൊരു ഇത് വേണ്ടിയിട്ട് വാങ്ങിച്ചു തന്നതാണ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ചേട്ടൻ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു തന്നത്. പിന്നെ ഈ ബാഗും കേട്ടോ. ഈ ബാഗിനകത്ത് നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്ക് എവിടെങ്കിലും പോകുമ്പോൾ ഈ മേക്കപ്പ് സാധനങ്ങളെല്ലാം വലിച്ചു വരിയിടാതെ ഈ ബാഗിനകത്ത് തന്നെ ഓരോ ഡ്രോയിലായിട്ട്, ഒരു ഡ്രോ പോലെയല്ല, ഒരു കുഞ്ഞ് ഇതുപോലെല്ലാം വെക്കാൻ പാകത്തിന് സെറ്റ് ആയിട്ട് വെച്ചേക്കുവാണ്. ഓരോ സൈഡിലായിട്ട് വെച്ച് നമുക്ക് ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോകാം, അല്ലെങ്കിൽ ബാഗിനകത്ത് സേഫ് ആയിട്ട് ഒതുക്കി വെച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു തന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന സാധനം തന്നെ നമുക്ക് കൈ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു ഹാപ്പിനെസ് എനിക്കുണ്ട്. പിന്നെ ഇതെല്ലാം വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഇതറിയാൻ പറ്റും, ഏത് കൊള്ളാമോ അല്ലയോ. ഈ കാജലൊക്കെ ആണെങ്കിൽ 24 hours വർക്കിംഗ് ആണെന്നൊക്കെ ഒരുപാട് വീഡിയോയിൽ കണ്ടിരുന്നു. അതുപോലെ എനിക്ക് കാർമസിന്റെ ഡിയോഡ്രന്റ് ഭയങ്കര മണമാണ്. നമുക്ക് വിയർപ്പിന്റെ സ്മെല്ല് നമ്മൾ ഈ പബ്ലിക്കിലൊക്കെ പോകുമ്പോൾ പിന്നെ ഈ ദേഹത്തുനിന്ന് വരുന്ന വിയർപ്പിന്റെ സ്മെല്ലൊന്നും ഈ ലോഷനും ഇതൊന്നും ഉപയോഗിച്ചാൽ വരത്തില്ലെന്നാണ് പറയുന്നത്. അതൊന്ന് ഉപയോഗിച്ച് നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ ഒരു കുട്ടി ചാനലായതുകൊണ്ട് തന്നെ നമുക്ക് പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം കൊള്ളാമെങ്കിൽ നമ്മൾ മറ്റുള്ളവർ, നമ്മുടെ ഫാമിലി അല്ലേ നിങ്ങളെല്ലാവരും, അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് ഈ സാധനം കൊള്ളാം എന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോഴേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.